അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡെയിലി വ്ളോഗാണ്. എൻ്റെ അല്ല, ഈ ഇരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയാണ്, അസീടെയാണ് നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഈ ഇരിക്കുന്ന ലുക്കിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് ബോയ്സിന്റെ അമ്മമാർക്ക് അറിയായിരിക്കും. അങ്ങനെ രാവിലെ കുറുക്കൊക്കെ കൊടുത്ത് ഇപ്പൊ ഞങ്ങൾ 6 months സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 months ഇന്നായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 15th ആണ് വിസിൽ. 15 ഉള്ളതാണ് വിസിൽ. അങ്ങനെ ഇന്ന് 15 അല്ലേ, അങ്ങനെ ഇന്നായപ്പോഴത്തേക്ക് 6 months സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 15 ഒക്കെ കഴിഞ്ഞിരിക്കും. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനെയും കൊണ്ട് കുറച്ച് പാടാണ്. അങ്ങനെ കിട്ടുന്ന സമയം കൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ തൊട്ട് കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാക്കുടുപ്പം നിർത്തിട്ട് ഇന്നലെ കുടിച്ച് ഇന്നായപ്പോൾ അധികം പ്രശ്നമായിരുന്നു. അധികം കുടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ ആപ്പിളും കൊടുക്കും. അത് വല്ലപ്പോഴും ആദ്യത്തെ ഫസ്റ്റ് 2 പാത്രക്കും പിന്നെ നടക്കുവാണ്. പിന്നെ വേറെ ഒന്നും കഴിക്കാൻ വേണ്ട. ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചപ്പാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ നമ്മുടെ ദേഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിയാണെന്നുണ്ടെങ്കിൽ എന്തുമാണെങ്കിലും ഒക്കെ കൊടുത്താൽ എന്തെങ്കിലും വാങ്ങി. പക്ഷെ കഴിക്കുന്ന സാധനം മാത്രമായി കൊടുക്കരുത്. അത് മാത്രം ദേഷ്യമായി. അങ്ങനെ നിന്റെ കാര്യം തന്നെ പറയുന്നേ. അങ്ങനെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാണ്. അങ്ങനെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഞങ്ങൾ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ആദ്യം ആപ്പാപ്പാപ്പാപ്പാന്ന് പറയാനേ ആയിട്ടുള്ളൂ. അല്ലയോ, വെറുതെ ആപ്പാപ്പാക്കേ പറയാനായിട്ടുള്ളൂ. ഇനിയും കിടക്കില്ല മൈൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എണീക്കാറ്. സാധാരണ എന്നും അങ്ങനെയില്ല, ചിലപ്പം നേരത്തെ എണീക്കാം, 8, 8:30 ആകുമ്പോഴത്തേക്ക് എണീക്കാം, ചിലപ്പോൾ 9, 9:30 ആയിട്ട് എണീക്കും. അത് ഓരോ ദിവസത്തെ അനുസരിച്ചിരിക്കും. അങ്ങനെ രാവിലെ എണീറ്റിട്ട് പിന്നെ കുറച്ച് നേരം താഴെ പായലൊന്ന് കുറച്ച് നേരം കിടത്തിയേക്കും. വെറുതെ നമ്മൾ എപ്പോഴും അങ്ങ് കയ്യിലെടുത്തുകൊണ്ടിരുന്നാലും ശരീരം നോക്കത്തില്ല. അങ്ങനെ കുറച്ച് നേരം താഴെ കിടക്കും. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ അവന് കുറുക്ക് കാച്ചി വെക്കും. ഇന്ന് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് കൂരവായിരുന്നു. അങ്ങനെ കൂരവ് നല്ലതുപോലെ ഞാൻ കുറച്ച് ലിക്വിഡാക്കിയാണ് കൊടുത്തത്. പക്ഷെ അവൻ അങ്ങനെ കൊടുത്ത് അവൻ കൂടുതൽ തുപ്പി കളയത്തേ ഉള്ളെന്ന് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ തൊട്ട് ഞാൻ നല്ല കൺസിസ്റ്റൻസിയിലാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ ഇരുത്തി കുറച്ച് നേരം കൊടുക്കും. പിന്നെ അതൊക്കെ ക്ഷമ നശിക്കുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും കയ്യിലിരുത്തി പിന്നെ പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ആദ്യം കുറച്ച് ആ ടേസ്റ്റ് അവന് കിട്ടുന്നവരെ കുഴപ്പമില്ല. ആ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു തരത്തിൽ അവൻ കഴിക്കത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് രാവിലെ കുറുക്കൊക്കെ കൊടുത്തിട്ടാണ് കുളിപ്പിക്കാറ്. കാരണം കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേഹം മൊത്തം ആക്കും അവൻ. അങ്ങനെ പിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ റാഷ് ക്രീമൊക്കെ ഇട്ടിട്ട് പിന്നെ ഡയപ്പർ ഇട്ട് കൊടുത്ത്. എപ്പോഴും ഡയപ്പർ ഇടാറില്ല, വല്ലപ്പോഴും മാത്രമാണ് ഡയപ്പർ ഇടാറുള്ളത്. അങ്ങനെ പിന്നെ ഡയപ്പറൊക്കെ ഇട്ടിട്ട് പിന്നെ ഹിമാലയയുടെ തന്നെ ബേബി ക്രീമുണ്ട്, അതൊക്കെ പിന്നെ ബോഡി ഫുള്ള് നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ട് കൊടുക്കും. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരൊന്നൊന്നര പണിയാണ്. കാരണം ചില സമയത്ത് അടങ്ങി ഒതുങ്ങി കിടക്കും, ചില സമയത്ത് പിന്നെ അവൻ ബെഡ്ഷീറ്റ് പിടിക്കാൻ അത് പിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചരിഞ്ഞ് പോകും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഗുസ്തി നടത്തിയിട്ട് വേണം ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വോയിസ് ഇടാൻ നേരത്ത് നല്ല അവിടെ ബഹളം നടക്കുന്നുണ്ട്. അതാണ് ഈ വോയിസിൽ കേൾക്കുന്നത്. അങ്ങനെ ഉടുപ്പ് ഇട്ട് കൊടുക്കുക, നിക്കർ ഇട്ട് കൊടുത്ത് അങ്ങനെ ഉടുപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ നേരത്ത് മെയിനായിട്ട് കയ്യിൽ എന്തെങ്കിലും അവനിങ്ങനെ വായിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം. അങ്ങനെ സിലിക്കോണിൻ്റെ അവൻ്റെ തന്നെ ഒരു കളിപ്പാട്ടമാണ് കൊടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേണ്ട ഇതുപോലെ മന്തിപ്പറിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു തരത്തിൽ അവനെ ഉടുപ്പിടാനോ ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആ കളിപ്പാട്ടം തന്നെ കൊടുത്തല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കിടക്കത്തില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇച്ചിരിയുള്ള മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീപ്പ് വെച്ചൊക്കെ ഒന്ന് ചീപ്പി എടുക്കുമ്പോഴത്തേക്ക് നല്ല രസം. എന്നൊരു ഉമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ചീപ്പി എടുക്കുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ മക്കളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വൈറ്റമിൻ ഡിയുടെ ഇവന് പോളി ഡ്രോപ്സാണ് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പാല് കൊടുത്തിട്ട് പിന്നെ തൊട്ടിലിട്ട് ആട്ടിയപ്പോഴത്തേക്ക് ആൾ സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ്. അപ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതും കൂടെ ഒതുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനിത് സോപ്പാണ് ഉണ്ടാക്കാൻ വെച്ചിരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഒന്ന് ഉണ്ടാക്കി വെച്ചതാണ്. കറ്റാർവാഴയുടെ സോപ്പ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷേ അന്നേരം സോപ്പ് ബേസ് അതിനകത്ത് കുറവായതുകൊണ്ട് ജെല്ലി ടൈപ്പായിപ്പോയി. അങ്ങനെ വീണ്ടും ഞാൻ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ട് ബാക്കി ഇതും കൂടെ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ബാക്കി സെറ്റ് ചെയ്യുന്ന മോൾഡിനകത്ത് ഒഴിച്ച് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇടയ്ക്ക് ആദ്യം ഞാൻ വെച്ചത് നല്ല പൊട്ടുന്ന പാത്രത്തിലാണ് വെച്ചത്. അങ്ങനെ അപ്പോഴത്തേക്കത് ആ പാത്രം പൊട്ടിക്കിട്ടി. അങ്ങനെ പിന്നെ രണ്ടാമത് ഇരട്ടി പണിയായിട്ട് പിന്നെ വേറൊരു സ്റ്റീൽ പാത്രത്തിലാണ് പിന്നെ അത് വെച്ച് സെറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ പിന്നെ
ഒരു ട്രേ പോലത്തെ ഒരു മോൾഡ് ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് അതിനകത്തൊട്ടൊഴിച്ച് അത് സെറ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോൻ പിന്നെ എണീറ്റ് പിന്നെ ഇടയ്ക്ക് പിന്നെ ഡയപ്പറൊക്കെ മാറ്റിയിട്ട് പിന്നെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് വൈകിട്ടൊക്കെ ആയി. അങ്ങനെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പാത്തു സ്കൂളിൽ നിന്ന് വന്നായിരുന്നു. അങ്ങനെ അവൾക്ക് തന്നെ ഞാൻ എപ്പം അവനെ കുളിപ്പിച്ച് കൊണ്ടുവന്നാൽ അവന് തന്നെ അവൾ തന്നെ മുടി ചീപ്പണമെന്ന് അവൾക്ക് നിർബന്ധമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അടി നടക്കും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പിന്നെ കൊച്ചുങ്ങളും അവനും തമ്മിലുള്ളൊരു കലാപരിപാടികളാണ് നടക്കുന്നത്. അവൾ പോകുമ്പോൾ അവനൊന്നും കൂടെ കൂവി കാണിക്കും, അതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ ആയി. രാത്രി ഒരു ഏകദേശം ഒരു 12-12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ ഉറങ്ങും. അപ്പോൾ എല്ലാവർക്കും ബൈ.